കൊലപാതകമായതെന്നും കുരിപ്പുഴ ശ്രീകുമാർ പറഞ്ഞു. അനുസ്മരണ സമിതി പ്രസിഡന്റ് കെ.എസ്. ബിനോജ് അധ്യക്ഷത വഹിച്ചു. RMPI സംസ്ഥാന പ്രസിഡന്റ് TL സന്തോഷ്, അഡ്വക്കേറ്റ് VM ഭഗവത് സിംഗ്, MS ഭാസ്കരൻ എന്നിവർ സംസാരിച്ചു. ചൂണ്ടലിൽ മാസം തികയാതെ പ്രസവിച്ച 28 ദിവസം പ്രായമുള്ള കുഞ്ഞു മരിച്ചു. ചൂണ്ടൽ വെള്ളത്തേരി വീട്ടിൽ സുജിത് സന്ധ്യ ദമ്പതികളുടെ ആൺകുഞ്ഞാണ് മരിച്ചത്. തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ 7.5 മാസത്തിൽ ജനിച്ച കുഞ്ഞിന് ഭാരക്കുറവും മഞ്ഞപ്പിത്തവും ശ്വാസതടസ്സവും ഉണ്ടായിരുന്നു. തുടർ ചികിത്സകൾക്ക് ശേഷം ആരോഗ്യനില മെച്ചപ്പെട്ടതിനെ തുടർന്ന് ഏപ്രിൽ 25-നാണ് കുഞ്ഞിനെ വീട്ടിലേക്ക് കൊണ്ടുവന്നത്. ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം ഗോകർണത്തിൽ പാൽ ശേഖരിച്ചാണ് കുട്ടിക്ക് നൽകിയിരുന്നത്. ഇന്നലെ രാത്രി 11 മണിയോടെ പാൽ നൽകി ഉറക്കിയ കുഞ്ഞിനെ ഇന്ന് പുലർച്ചെ തുടയ്ക്കാനായി അമ്മ എടുത്തപ്പോഴാണ് ശരീരത്തിന് ചലനമില്ലെന്ന് തിരിച്ചറിഞ്ഞത്. ചൂണ്ടൽ MG റോഡ് തൃശൂർ നിയർ ബസ് സ്റ്റാൻഡ് തൃപ്രയാർ. കോൺഗ്രസിൽ മുഖ്യമന്ത്രി പോര് തുടരുന്നു. ഹൈക്കമാൻഡ് നിരീക്ഷക സംഘം AICC അധ്യക്ഷന് റിപ്പോർട്ട് കൈമാറി. VD സതീഷിനെയും KC വേണുഗോപാലിനെയും പിന്തുണച്ച് തൃശൂരിൽ ഇന്നും ഫ്ലക്സ് ബോർഡുകൾ. കേരളത്തിൽ അവയവ കച്ചവടം വൻതോതിൽ വ്യാപിക്കുന്നുവെന്ന വെളിപ്പെടുത്തലുമായി തൃശൂർ മെഡിക്കൽ കോളേജ് ഫോറൻസിക് സർജൻ ഡോക്ടർ ഹിതേഷ് ശങ്കർ. ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയാണ് ഫോറൻസിക് സർജന്റെ വെളിപ്പെടുത്തൽ. ജില്ലയിൽ ഡെങ്കിപ്പനി പടരുന്നു. 100-ലധികം പേരാണ് കഴിഞ്ഞ 1 മാസത്തിനിടെ വിവിധ ആശുപത്രികളിൽ ചികിത്സ തേടിയത്. ആമ്പല്ലൂർ അടിപ്പാത നിർമ്മാണം ഈ മാസം പൂർത്തിയാകും. കാലവർഷത്തിനു മുൻപേ പാലത്തിലൂടെ വാഹനങ്ങൾ കടത്തിവിടുമെന്ന് കരാറ് കമ്പനി. ചാലക്കുടി പുഴമ്പാലം അറ്റകുറ്റപ്പണികൾക്കായി ശനിയാഴ്ച രാത്രി വീണ്ടും അടയ്ക്കും. പാവറട്ടി പുളിഞ്ചേരിപ്പടിയിൽ വീടിന്റെ പൂട്ട് തകർത്ത് സ്വർണ്ണാഭരണങ്ങൾ കവർന്ന കേസിൽ പ്രതിയെ അറസ്റ്റ് ചെയ്തു. കാസർഗോഡ് സ്വദേശി ആഷിഫിനെയാണ് അറസ്റ്റ് ചെയ്തത്. കല്ലൂരിൽ കടകളിൽ മോഷണം. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം. ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസ്. കാത്തുകൊള്ളാം കണ്ണിലെ